എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തിടാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് തേങ്ങാക്കൊത്തും 4 ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചെടുത്ത ഈ മിക്സും കൂടി നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോഡയും ഉപ്പും എല്ലാം നന്നായി കൈകൊണ്ട് പൊടിയുമായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും കൈകൊണ്ട് നന്നായി ഇത് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പിടിയെടുത്ത് നമുക്ക് കയ്യിലൊന്ന് ഹോൾഡ് ചെയ്ത് നോക്കാം. കൈ കൊണ്ട് നന്നായി ഹോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊടിയാതെ ഈ ഒരു ഷേപ്പിലിരിക്കുകയാണെങ്കിൽ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകാതെ ശ്രദ്ധിക്കണം. ഒരു സെമി ടൈറ്റ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനിതിനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ നന്നായി ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാനുള്ള സ്ഥലത്തേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് പരത്തി കനം കുറച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. ഈ ഒരു തിക്നെസ്സിൽ നമുക്കിതിനെ പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിനെ ഓരോ ലൈനായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്രത്തോളം കനമോ നീളമോ വീതിയോ ഒക്കെ ആവശ്യമുണ്ടോ അതേപോലെ നമുക്ക് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ക്വയറായിട്ടോ റെക്റ്റാങ്കിളായിട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എണ്ണയിലിടുമ്പോൾ നന്നായി വലിപ്പം വെച്ച് വരും. 2 കപ്പ് മൈദയും 1/2 കപ്പ് റവയും കൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് ഇതേപോലെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടാൽ തന്നെ അറിയാൻ പോലെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി സൈഡിൽ നിന്നെല്ലാം കട്ട് ചെയ്ത് മാറ്റിയെടുത്ത മാവ് ഇതേപോലെ പരത്തി നമുക്ക് ഓരോ ഷേപ്പാക്കി എടുക്കാം. അത്രയും മാവിൽ നിന്ന് ഇത്രത്തോളം സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി മീഡിയം പരുവത്തിൽ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണയിലിട്ട് 1 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നന്നായി വലുപ്പം വെച്ച് പൊന്തി വരും. കളറൊന്നും മാറി തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചുവിട്ട് നന്നായി ഫ്രൈ ആക്കിയെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കി ഇട്ടതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടാൻ. നന്നായൊരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ബാലൻസ് ഉള്ളതെല്ലാം നമുക്ക് ഇതേപോലെ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. വളരെ പെട്ടെന്ന് ഈസിയായി തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ കുറച്ചധികം ഫ്രൈ ചെയ്ത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാക്കി അടച്ചു വെച്ചാൽ കുറച്ചധികം നാൾ ഇത് കേടുകൂടാതെ ഇരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.